ഹലോ, നമസ്കാരം. ആർക്കാ കപ്പ് കൊടുക്കണ്ടേ? നിങ്ങൾ പറ. ആർക്കാ കപ്പ് കൊടുക്കണ്ടേ? ജാസ്മിന് കപ്പ് കൊടുക്കാൻ പാടില്ല കേട്ടോ. ജാസ്മിന് കപ്പ് കൊടുക്കാൻ പാടില്ല. ഉം. എന്തുകൊണ്ടാണ് കപ്പ് കൊടുക്കാൻ പാടാത്തത്? അതിന്റെ റീസൺ ആളുകൾ പറയുന്നതാണ് കോമഡി കമന്റ് ബോക്സിലൊക്കെ. ഇതൊരു പേഴ്സണാലിറ്റി ഗെയിം കൂടിയാണ്. അതുകൊണ്ട് ജാസ്മിന് കപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബാഡ് എക്സാമ്പിൾ ആണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ ഈ പേഴ്സണാലിറ്റി ഗെയിമാണ് എന്ന് പറയുന്ന ആളുകൾ ആർക്ക് കപ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്? പേഴ്സണാലിറ്റി ഗെയിം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താണ് പറയുക, അർജുന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അർജുന് കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഗെയിമാണ് എന്ന് പറഞ്ഞവർ തന്നെ പറയും, അവൻ എന്ത് ഗെയിമാണ് കളിച്ചിരിക്കുന്നത്, അവൻ വാഴ പോലെ ഇരുന്നതല്ലേ എന്ന്. അത് ശരി. അപ്പോൾ ഈ രണ്ടും ഈ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ശരി, ജിൻഡോ പേഴ്സണാലിറ്റി ഗെയിമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റുമോ എന്നാൽ അത് ജിൻഡോനാണ് കപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ജിൻഡോനെയോ അർജുനോ ജാസ്മിനോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ പേഴ്സണാലിറ്റി ഗെയിമാണ് എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ജിൻഡോ എന്നാൽ പിന്നെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ? ജാസ്മിൻ 100% ആയിട്ടുള്ള പെർഫെക്റ്റ് ആളാണെന്ന് ഞാൻ പറയുന്നില്ല. ജിൻഡോ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ബേസിൽ ഗെയിം കൊടുക്കുക, എന്താണ് പറയുക, പ്രൈസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണോ? പുള്ളി തന്നെ, എനിക്കറിയില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പുള്ളി തന്നെ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്, പുള്ളി നുണ പറയാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയി മാറ്റി മാറ്റി പറയാറില്ല. അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഗംഭീര പേഴ്സണാലിറ്റിയാണ് എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങേർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണോ? അപ്പോൾ ഞാൻ പറയുന്നത് ജിൻഡോന് കപ്പ് കൊടുക്കരുത്, മറ്റവർക്ക് കപ്പ് കൊടുക്കണം, അങ്ങനെയൊന്നുമല്ല. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനൊരു തീരുമാനമാവട്ടെ. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിൻഡോ ആണ് വോട്ടിൽ മുമ്പിൽ ആക്ച്വലി നിൽക്കുന്നത്, രണ്ടാമതാണ് ജാസ്മിൻ നിൽക്കുന്നത്. ജിൻഡോന് കിട്ടട്ടെ. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസർവ് ചെയ്യുന്നത് ജിൻഡോ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഡയലോഗൊന്നും ആരും അടിക്കാൻ വേണ്ടി നിൽക്കരുത്. എന്താണ് ജാസ്മിൻ്റെ പേഴ്സണാലിറ്റി അത് ഇതൊന്നും പറഞ്ഞിട്ടുള്ള ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കണ്ട. പേഴ്സണാലിറ്റി നോക്കിയിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അർജുൻ 100% ഗംഭീരൻ എന്നല്ല പറയുന്നത്. അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യണ സമയത്ത് പേഴ്സണാലിറ്റിയിൽ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ ഫേക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇതാ കാണുന്നു, അതിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി പേഴ്സണാലിറ്റി എന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ അർജുന് കപ്പ് കൊടുക്കേണ്ടി വരും. എനിക്ക് അതിൽ യോജിപ്പൊന്നുമില്ല കേട്ടോ. അർജുൻ്റെ കപ്പ് കിട്ടുന്നതിൽ എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഗെയിമിനനുസരിച്ചിട്ട് ഒരാൾക്ക് കപ്പ് കിട്ടണം, ഗെയിമിനനുസരിച്ചിട്ട് ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് കപ്പ് കൊടുക്കണം എന്നാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ആരുടെയും അന്ധമായിട്ട് ആരാധിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും പറയും എന്താണ് ഞാൻ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര PR ആണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കണോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അകത്തും എന്താണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ജിൻഡോ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പിൽ നിൽക്കുന്നു, കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ജിൻഡോനാണ്, സെക്കൻഡ് ജാസ്മിന് വരാനാണ് സാധ്യത എന്ന് ഞാൻ ഓപ്പണായിട്ട് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ജാസ്മിന് കപ്പ് കിട്ടും, ജാസ്മിനാണ് അടിപൊളി, അല്ലെങ്കിൽ അങ്ങനെ സൂപ്പറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എനിക്ക് ജിൻഡോനെ താഴ്ത്തി കെട്ടിയിട്ട് വേണമെങ്കിൽ വർത്തമാനം പറയാൻ പാടില്ലാണ്ടല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതെ ജെനുവിൻലി ആണ് കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സിജോ പോയപ്പോൾ അർജുൻ കരഞ്ഞു. ഇപ്പം അത് കമൻറ്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് പറയുക, കണ്ടോ അവൻ്റെ ഡ്രാമ അടിപൊളി, അവൻ വെറും ഉടായ്പാണ്, അവൻ്റെ കരച്ചിൽ കണ്ടോ അഭിനയമാണ്, എന്തൊരു അഭിനയമാണ്, അവൻ ഭയങ്കര ഉടായ്പാണല്ലോ. വൈ? അതെന്താ അങ്ങനെ പറയുന്നത്? നമുക്കൊരാളുടെ കരച്ചിൽ അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണേ? അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകളാണ് അവർ. അവരുടെ മനസ്സിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ ചിന്ത പോകുന്നത്, എന്തൊക്കെ രീതിയിലാണ് മുമ്പോട്ട് പോകണമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അയാൾ കരഞ്ഞു, അത് അയാളുടെ ഇമോഷനാണ്. അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ജഡ്ജ് ചെയ്യാൻ നമ്മളാരാണ്? നമ്മളാരാണ്? അയാളെ വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും റിയൽ ആയിട്ട് അറിയത്തില്ല.
നമുക്ക് അയാളെ റിയലായിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആ റിയാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് പെരുമാറുന്ന സമയത്ത് ഇയാൾ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അർജുനാണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനെയും വ്യക്തിപരമായിട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് ഇമോഷനെ ആണെന്നുണ്ടെങ്കിലും ജഡ്ജ് ചെയ്തിട്ട് അത് ഡ്രാമയാണ്, കള്ളത്തരമാണ്, ഉടായ്പാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ആരും ജിൻഡോ അഭിനയമാണ് അല്ലെങ്കിൽ അയാൾ ഉടായ്പാണെന്ന് പറയുന്നില്ലല്ലോ. ആണെങ്കിൽ പറഞ്ഞുകൂടെ? കാരണം അയാൾ ഒരുപാട് വിനയം വാരിക്കോരി അതിൻ്റെ അകത്ത് വിതറുന്നുണ്ട്, ഒരുപാട് നന്മ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, ഭയങ്കര എളിമ കാണിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ, താങ്ക് യു സാർ, സോറി സാർ, സോറി സാർ, താങ്ക് യു സാർ, സോറി സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ കാണിക്കുന്നുണ്ട്. ഞാൻ അയാൾ അത് ഫേക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേണമെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫേക്കാണ്, ഉടായ്പാണെന്നുള്ള രീതിയിൽ ആളുകൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ജിൻഡോൻ്റെ താങ്ക് യു സാർ, ഈ നന്മ കാണിക്കുന്ന ശനി ഞായർ എപ്പിസോഡൊക്കെ വരുമ്പോൾ ശുദ്ധനെ പോലെ പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പരിപാടി കാണിക്കുന്നത് ആ ഫേക്കാണ്, ജിൻഡോ ഉടായ്പാണ് എന്നുള്ള രീതിയിൽ പറയൂ? ഇല്ലല്ലോ. കാരണം ജിൻഡോനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവനവന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തവിടെ വിനയം വാരിക്കോരി ഒഴുകിക്കഴിഞ്ഞാലും അത് റിയൽ, സൂപ്പർ, ജെനുവിൻ പേഴ്സണാലിറ്റി. അത് ഉടായ്പാന്ന് പറയില്ല, ഫേക്കാന്ന് പറയില്ല. പക്ഷെ ജാസ്മിൻ കാണിച്ചാൽ, അർജുൻ കാണിച്ചാൽ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലും കാണിച്ചാൽ അത് ഫേക്ക്. അയ്യോ എന്തൊരു ഉടായ്പ, വോട്ടിന് പറ്റോ, എന്തൊരു കഷ്ടമാണ്. ബിഗ് ബോസിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ കാര്യം കഷ്ടമാണ്. അതിൻ്റെ അകത്ത് പോയാൽ കരയാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, ഹാപ്പിനെസ് കാണിക്കാൻ പറ്റില്ല, അവനൊരു ഇമോഷൻസ് കാണിക്കാൻ പറ്റില്ല, ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് കാണിച്ചു കഴിഞ്ഞാൽ വെളിയിലെ ആൾക്കാർ നമ്മുടെ പേഴ്സണാലിറ്റീനെ തന്നെ അസാസിൻ ചെയ്ത് കളയും, വ്യക്തിഹത്യ ചെയ്ത് കളയും. ഫേക്കാണ്, ഡ്രാമയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കീറിക്കളയും. അപ്പോൾ ആൾക്കാർക്ക് കരയണമെങ്കിൽ പോലും പുറത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ചിന്തിക്കണം, ചിരിക്കണമെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കണം. ഇതെല്ലാം കടിച്ചു കുറിച്ച് അവനവൻ്റെ ഇമോഷനൊക്കെ എന്താ പറയുക, മുറുക്കി പിടിച്ചിട്ട് ഇരിക്കണം. ലോകത്ത് പലതരത്തിലുള്ള മനുഷ്യരുണ്ട്, പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള സാഹചര്യത്തിലൂടെ വളർന്നു വരുന്ന ആൾക്കാരുണ്ട്. സോ പലതരത്തിലുള്ള പേഴ്സണാലിറ്റീസാണ്, പലതരത്തിലുള്ള ഇമോഷൻസാണ്, പലതരത്തിൽ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. നമ്മൾ ചുറ്റും കാണുന്ന ആളുകൾ മാത്രമല്ല, നമ്മൾ ചുറ്റും കാണുന്ന ചിന്താഗതിയോട് കൂടിയിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ മാത്രമല്ല ഈ ലോകത്തുള്ളത്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മളത് മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാരുടെ ഇമോഷൻസിനെ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. മേ ബി അവർ ഫേക്ക് ആയിരിക്കാം, റിയൽ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വേറെ വിഷയം. പക്ഷെ നമുക്കത് ഇത് റിയലാണ്, ഇത് ഫേക്കാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരാളെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മാൻ, എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നു, ഓരോരുത്തരുടെ അഭിപ്രായം. എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ഇപ്പം ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ അർജുൻ ഒരു കപ്പായി. എന്ത് ചെയ്യാനാണ്? വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 1.5 ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു ജഡ്ജ്മെൻറ്റാണ്. അർജുൻ വോട്ട് വൈസ് തന്നെ കയറി വരുന്നുണ്ട്. അർജുൻ ആൾക്കാർക്ക് എന്തോ, അർജുൻ വലിയ ഗെയിമറായിട്ടൊന്നുമല്ല, ബട്ട് മൂപ്പരുടെ ടാസ്കിലുള്ള പെർഫോമൻസും പരിപാടികളൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ഈ ജാസ്മിൻ ഫാൻസ്, ജിൻഡോ ഫാൻസ് മാത്രമൊന്നുമല്ല ഉള്ളത്, ഇവിടെ ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട്. അവർക്ക് മേ ബി അർജുൻ്റെ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അവർ അർജുൻ്റെ വോട്ട് ചെയ്യും. ഇപ്പോൾ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ നോക്കുന്ന സമയത്ത് അർജുൻ്റെ അത്യാവശ്യം വോട്ടും പരിപാടികളൊക്കെ വരുന്നുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി പോളിലൊക്കെ അത്യാവശ്യം അർജുൻ്റെ വോട്ടൊക്കെ ആക്ച്വലി ഉണ്ട്. സോ അവിടെ അയാൾ കയറി വരുന്നുണ്ട്. അയാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഗെയിമറല്ല, തുറന്നു പറയാലോ. ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. എന്താ അയാളൊക്കെ അവിടെ ചെയ്യണത്, വെറുതെ പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വോട്ട് ചെയ്യുന്നതിനെ നമുക്ക് റെസ്പെക്ട് ചെയ്തേ പറ്റൂ. കാരണം ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. സോ അത് പിന്നെ വോട്ട് കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങൾ അവർക്കുണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യുക. അയാൾ കയറി വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ വെറുതെ അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ജിൻഡോന് ഇവിടെ ഒരു വലിയ ഭൂരിപക്ഷമുണ്ട്. ജിൻഡോന് വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജിൻഡോന് വോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും ഇവിടെ പേടിക്കണ്ട, ആരും സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ഉറക്കം കളയൊന്നും വേണ്ട. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പരിപാടികൾ പോണത്. ജിൻഡോന് കപ്പ് കിട്ടിക്കോളും. വെറുതെ ഇനി അർജുനൊരു കപ്പ്, ജാസ്മിനൊരു കപ്പ്, അവരങ്ങനെ ഉദ്ദേശിക്കണം ഇവരുദ്ദേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഇവിടെ. എൻ്റെ അമ്മ, ഇന്നലെ തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ ഇന്നലെ വായിൽ വെള്ളം വറ്റിച്ചിട്ട് ഫുൾ അനാലിസിസ് വീഡിയോ എല്ലാം കാര്യകാരണങ്ങൾ സഹിതം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു സിജോൻ്റെ എവിക്ഷനെ കുറിച്ചിട്ട്.
എൻ്റെ പൊന്ന് ചങ്ങാതി, ആ വീഡിയോൻ്റെ താഴെ ഒരു പൊട്ടം വന്ന് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, സിജോ എവിക്റ്റായത് ജാസ്മിന് വേണ്ടിയിട്ട് പുറത്താക്കിയതല്ല സിജോനെ, അർജുന് വേണ്ടിയിട്ട് സിജോനെ പുറത്താക്കിയതാണ്. ആ കമൻറ്റ് ഇട്ടവനോട് എനിക്ക് സത്യം പറഞ്ഞ സഹതാപമാണ് തോന്നിയത്. കാരണം അവൻ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് അത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ സ്വബുദ്ധി, സ്വയമായിട്ടുള്ളൊരു ബുദ്ധി വെച്ച് ചിന്തിച്ചിട്ട് ഈ വോട്ടിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ കുറഞ്ഞു, എങ്ങനെ കൂടി, എവിടെ നെഗറ്റീവായി, എവിടെ പോസിറ്റീവായി, അങ്ങനെ പല കണ്ടസ്റ്റൻസിൻ്റെ വോട്ടിനെ, പല കണ്ടസ്റ്റൻസിൻ്റെ ആക്ടിവിറ്റീസിനെ, നെഗറ്റീവ് പോസിറ്റീവ്സിനെയൊക്കെ കമ്പയർ ചെയ്ത് അങ്ങനെ ചിന്തിച്ചിട്ട് നോക്കിയാൽ തന്നെ, അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും എവിടെയാണ് സിജോന് പാളിയതെന്നുള്ളത്. പക്ഷേ ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ ഒബ്സർവ് ചെയ്യാനോ ഉള്ള മൈൻഡ് സെറ്റ് ഇല്ല, അല്ലെങ്കിൽ ക്ഷമയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സിജോ അങ്ങോട്ട് ഔട്ട് ആകുമ്പോഴേക്കും കണ്ടോ അവർക്ക് വേണ്ടിയിട്ട് സിജോനെ ഔട്ടാക്കി, ഇവർക്ക് വേണ്ടിയിട്ട് സിജോനെ ഔട്ടാക്കി, അയ്യോ പാവം സിജോ. അങ്ങനെയാണ് ഇതിങ്ങനെ ഈ ഒരു ചിന്താഗതിയിൽ, ഈ ബ്ലൈൻഡായിട്ടുള്ള ചിന്താഗതിയോട് കൂടി മാത്രമാണ് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കോമെൻറ്റ് ചെയ്യുന്നത്. സീരിയസ്ലി ഒന്ന് ചിന്തിച്ചിട്ട് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുകയും. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഇവിടുത്തെ മലയാളത്തിലൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇമോഷണലിയാണ് കാണുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ബുദ്ധിയൊന്നും കാണുന്ന ആൾക്കാർ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇമോഷണലി മാത്രമാണ് കാണുന്നത്. ഇമോഷണലി മാത്രമാണ് ഇവിടെ ആൾക്കാർ ഈ ഷോ കാണുന്നത്. ഇമോഷണലി കണ്ടോ തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇമോഷണലി മാത്രമാകുമ്പോഴാണ് കുഴപ്പം. കുറച്ച് ഇത് ഗെയിമിൻ്റെ സെൻസിൽ എന്താണ് എല്ലാ രീതിയിലും ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രേക്ഷകരുടെ ഇവിടെ ഫാൻസ് മാത്രമല്ല കാണുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ന്യൂട്രൽ ഓഡിയൻസും ആക്ച്വലി ഉണ്ട്. സോ ഒരാൾ പുറത്താകുമ്പോഴേക്കും സിമ്പിളായിട്ട് അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് സ്വയം വിഡ്ഢികളാവാതെ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് ഇവർ പുറത്തായി, ഈ വോട്ട് എങ്ങനെ ഇവർക്ക് വരാൻ സാധ്യത, എന്തുകൊണ്ട് ഇവർക്ക് വോട്ട് കുറഞ്ഞു, അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് എവിക്റ്റായി പോയ ആൾക്കാരുടെ കാരണങ്ങൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ന കാരണം അത് ഞാൻ എൻ്റെ വീഡിയോസിൽ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. എല്ലാ വീഡിയോസിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ എന്തുകൊണ്ട് എവിക്റ്റായി, അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, ആർക്കൊക്കെ വോട്ട് പോയി, അവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. അൻസിബയൊക്കെ പോയപ്പോൾ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മണ്ടന്മാർ പറയും അൻസിബ എന്താണ് പറയുക, ജാസ്മിന് വേണ്ടിയിട്ട് അൻസിബയെ പിടിച്ച് പുറത്താക്കി, ജാസ്മിനെതിരെ കളിച്ചതുകൊണ്ട് അൻസിബയെ പുറത്താക്കി എന്നൊക്കെ വെറുതെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ പറയും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അൻസിബയ്ക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഭയങ്കര ഫാൻ ബേസ് ഒന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് നോമിനേഷനിൽ വന്ന മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നു. അവർക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഫാൻസ് ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അൻസിബയുടെ കേസിൽ അൻസിബയുടെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ജാസ്മിനെതിരെ കളിക്കുന്നതുകൊണ്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് അൻസിബ ആർമി, അൻസിബ സപ്പോർട്ടേഴ്സ് അങ്ങനെയൊന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നോമിനേഷനിൽ നിന്ന് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അത്ര വോട്ട് അൻസിബയ്ക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അവിടെ അൻസിബയ്ക്ക് നല്ല രീതിയിൽ കുറവ് വോട്ട് തന്നെയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് അന്ന് അൻസിബ പുറത്താവാനുള്ളൊരു കാരണം. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ബോധം ആൾക്കാർക്ക് ഇല്ലാതെ പോയി. ഇപ്പോൾ സിജോൻ്റെ കേസിലും അതൊക്കെ തന്നെയാണ് ആക്ച്വലി ഉണ്ടായത്. ഇമോഷണലി മാത്രം കണ്ടിട്ട് എനിക്ക് സിജോനെ ഇഷ്ടമാണ്. പക്ഷെ സിജോൻ ആ കോംബോ പണിപാടി അതാണ് സംഭവം ഉണ്ടായത്. നെഗറ്റീവായി നന്ദന സായി കോംബോ നെഗറ്റീവായി. അത് സിജോൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അത് നോക്കിയും കണ്ടും ചിന്തിച്ചിട്ട് നിൽക്കുക, മനസ്സിലാക്കി ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക എന്നുള്ളൊരു സംഭവം. പക്ഷെ അത് പുള്ളിക്ക് പാളിപ്പോയി, അത് നെഗറ്റീവായി. പുള്ളിക്ക് കിട്ടേണ്ട വോട്ട്, ന്യൂട്രൽ ഓഡിയൻസിൻ്റെ വോട്ടും കിട്ടിയില്ല, കമ്മിയായി പോയി. അങ്ങനെ സിജോ എവിക്റ്റായി. ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരാൾ എവിക്റ്റ് ആകുമ്പോൾ, ഇതൊരു ഷോ അല്ലേ, ഒരാൾ എവിക്റ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതെന്താ പറയുക, ഒരാൾ നമുക്കിഷ്ടമാണ്, അയാൾക്ക് കപ്പ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഇയാൾക്ക് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കും, അയാളെ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുകയോ അവരെക്കുറിച്ചിട്ട് അനലൈസ് ചെയ്യുകയോ അവരുടെ പോസിറ്റീവ് നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ അധികം ബോധവാടാവാതെ ഇവിടേക്ക് മാത്രം ഫോക്കസ്ഡ് ആവും. അപ്പോൾ ഇയാൾ ചെയ്യുന്ന എല്ലാം ശരിയായിട്ട് നമുക്ക് ആക്ച്വലി തോന്നും. തോന്നിക്കോട്ടെ. പക്ഷെ അങ്ങനെ ആവാതെ, ബയസ്ഡ് ആവാതെ എല്ലാ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്തുക. എല്ലാത്തിലും കാര്യകാരണങ്ങളുണ്ട്. എവിക്റ്റ് ആവുന്നതിന്, വോട്ട് കിട്ടാത്തതിന്, ഫാൻസ് ഉണ്ടാവുന്നതിന്, ഫാൻസ് ഇല്ലാത്തതിന്, ഒരാളെ വെറുക്കുന്നതിന് ഒക്കെ കാര്യകാരണങ്ങൾ ആക്ച്വലി ഉണ്ട്. ഇപ്പം ജാസ്മിനെ എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് നിർത്തുന്നു ഇത്രയും നെഗറ്റീവായിട്ട്, ബിഗ് ബോസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ജാസ്മിനെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ജാസ്മിന് ഇവിടെ വോട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ ജാസ്മിന് ഇവിടെ ഫാൻസ് ഇല്ല എന്ന് വിചാരിക്കരുത്. അവർക്കും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഓഡിയൻസ് ആക്ച്വലി ഉണ്ട്. അവർ ജാസ്മിനെ വോട്ട് ചെയ്യും.
നിങ്ങൾക്ക് ജിൻഡോനെ ഇഷ്ടം അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആൾക്കാർ മാത്രമല്ല ഈ ബിഗ് ബോസ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ മാത്രമല്ല ഇവിടെ ഭൂരിഭാഗം, ഇവിടെ വേറെയും ന്യൂട്രൽ ഓഡിയൻസ് ആക്ച്വലി ഉണ്ടെന്ന്. അവർ ഓരോ ആഴ്ചത്തെ കളിയുടെ അടിസ്ഥാനത്തിലൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആക്ച്വലി ഉണ്ട്. അല്ലാണ്ട് എല്ലാ ആഴ്ചയും ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഇവിടുത്തെ പ്രേക്ഷകർ. ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയും നോമിനേഷനിൽ അപ്പപ്പോൾ ആ ആഴ്ചകളിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു എന്ന് തോന്നിയിരിക്കുന്ന, അല്ലെങ്കിൽ അപ്പപ്പോൾ ആഴ്ചയിൽ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ആക്ച്വലി ഇവിടെ വോട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ ഓഡിയൻസ് ഇവിടെ ഉണ്ട്. അതെന്താണ് ഇവിടുത്തെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കഷ്ടം. ഇവിടെ ബ്ലെയിം ചെയ്യുന്നത് കൂടുതലാണ്. എല്ലാപ്പോഴും ആരെങ്കിലും എവിക്റ്റായി ആരുടെങ്കിലും തലയിൽ വെച്ച് കിട്ടും. ബ്ലെയിമിങ് ആണ് അവർക്ക് വേണ്ടി ഇവർക്ക് ബ്ലെയിമിങ്. ഇറ്റ്സ് വെരി ഈസി ടു ബ്ലെയിം സംവൺ വിത്ത് എനി റീസൺ, വെരി ഈസി ടു. ബട്ട് ബിഫോർ ബ്ലെയിമിങ്, try to think yourself what's really happening, and technically ബ്രെയിൻ കൊണ്ട് മാത്തമെറ്റിക്കലി എവറിത്തിങ് എല്ലാ രീതിയിലും ഒന്ന് അനലൈസ് ചെയ്യാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യത ഉണ്ടാവും. അല്ലാതെ വെറുതെ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ എല്ലാ സീസണും പറയാറില്ലേ, ഇപ്പോൾ സീസൺ 2 തൊട്ട് അവർക്കൊരു കപ്പ് ഇവർക്കൊരു കപ്പ് എന്ന് പറയും. ആർക്കാണോ കപ്പ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടില്ല. എന്താണ്, ആരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആർക്ക് കപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നു, അവർക്കാണ് കപ്പും കിട്ടുന്നത്. മണിക്കുട്ടൻ, അഖിൽമാരാർ. സീസൺ 2 പിന്നെ കൊറോണയായിട്ട് സ്റ്റോപ്പായി. രജിത് കുമാർ ആ ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ കപ്പ് കിട്ടിയിട്ടുണ്ടാവും. കണ്ടെത്തേക്കണ എന്തായാലും കപ്പ് കിട്ടിയിട്ടുണ്ടാവും. റോബിൻ്റെ കേസിലാണെങ്കിലും പ്രൊവോക്ഡ് ആവാതെ പിടിച്ചു നിന്നിരുന്നെന്നുണ്ടെങ്കിൽ, അവസാനം വരെ നിന്നിരുന്നെങ്കിൽ കപ്പ് കിട്ടിയിട്ടുണ്ടാവും. അതൊരു ഫാക്റ്റാണ്. പക്ഷെ അതൊന്നും ആൾക്കാർ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആൾക്ക് നേരെ പ്രഷർ ഉണ്ടാവുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നേരെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. അത് മാത്രം കണ്ടുകൊണ്ട് ഇമോഷണലിയാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്. അതിൻ്റെ പ്രശ്നമാണ്. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പക്ഷേ പിന്നെ ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സീസണൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാനും പഴയ പോലെ അങ്ങനെ പിടിച്ച ഒരാളെ മാത്രം പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ. അങ്ങനെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊരു 100 days സർവൈവൽ ഗെയിമാണ്. സർവൈവ് ചെയ്യണം. പ്രഷർ ഉണ്ടാവും, പലതരത്തിലുള്ള ഹാർഡ് കോർ പ്രഷർ ഉണ്ടാവും. പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്കാർക്കും അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഭയങ്കര പ്രഷർ. അങ്ങനെ സിമ്പിളായിട്ട് കപ്പ് കിട്ടില്ലല്ലോ ബിഗ് ബോസും. അപ്പോൾ ആ ഫാൻ ബേസ് ഉള്ള ആൾക്കെതിരെ നല്ല രീതിയിൽ പ്രഷർ ചെലുത്തും. പ്രൊവോക്കേഷൻസ് ഉണ്ടാവും പലതരത്തിൽ. അതിനെ തരണം ചെയ്യുന്നവൻ കഴിവുള്ളവൻ, അതിനെ തരണം ചെയ്യുന്നവൻ ബുദ്ധിശാലി, അതിനെ തരണം ചെയ്യാൻ കഴിവുള്ളവൻ എന്താണ് പറയുക, എന്തിനേയും ക്ഷമയുള്ളവൻ. അപ്പോൾ ഇതെല്ലാം നേടുമ്പോഴാണ് കപ്പ് കയ്യിലിരിക്കുക. അല്ലെങ്കിൽ പുറത്താവും. പ്രൊവോക്ഡ് ആവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റോക്കി പുറത്തായത് പ്രൊവോക്ഡ് ആയിട്ട് പുറത്തായതാണ്. അവൻ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുത്തനാണ്. അല്ലെങ്കിൽ എന്താണ് പറയുക, എലിജിബിൾ അല്ല ആ ഷോവിൻ്റെ അകത്ത് നിൽക്കാൻ, അതുകൊണ്ട് പോയി റോക്കി. അതാണ്, ഇതൊക്കെയാണ് മെയിൻ സംഭവിക്കുന്നത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ അധികമൊന്നും വലിച്ച് നീട്ടുന്നില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ജിൻഡോൻ്റെ ഹേറ്ററാണെന്ന്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, നിങ്ങൾ ജാസ്മിൻ്റെ ഹേറ്റർ അല്ലേ എന്ന് നിങ്ങൾ സമ്മതിക്കൂ? നിങ്ങൾ ജാസ്മിൻ്റെ ഹേറ്ററാണെന്ന് നിങ്ങൾ സമ്മതിക്കും. പക്ഷേ ജിൻഡോൻ്റെ ഹേറ്ററല്ലേ നിങ്ങളെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനിവിടെ ജിൻഡോനെ കുറിച്ച് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടില്ല, മോശമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെയ്റ്ററൊന്നുമല്ല, ഞാൻ ഗെയിം അനലൈസ് ചെയ്ത് പറയും. ദാറ്റ്സ് ഇറ്റ്. ജാസ്മിനോട് അധികം പ്രേമവും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നു, പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ട് ഇതിൽ കപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനും അർഹിക്കുന്നില്ല, എന്താ പറയുക, ജിൻഡോയും അർഹിക്കുന്നില്ല. പേഴ്സണാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജിൻഡോന് കപ്പ് കിട്ടും. ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി ജാസ്മിനും ജിൻഡോ തന്നെയാണ് ഡിസർവിങ്. ആരൊക്കെ? ജാസ്മിനും ജിൻഡോയും തന്നെയാണ് ഇവിടെ ഗെയിം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയിരിക്കുന്നത്. ഈ 2 ആൾക്കാരും ഡിസർവിങ് ആണെന്ന് ഞാൻ സമ്മതിക്കും. പക്ഷേ ജാസ്മിൻ്റെ ഹെയ്റ്റേഴ്സ് ജിൻഡോ മാത്രമാണ് ഡിസർവിങ് എന്നുള്ള രീതിയിൽ നാണമില്ലാണ്ട് പറഞ്ഞു നടക്കും. ഞാനത് പറയില്ല. ഞാൻ പറയും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരും ഡിസർവിങ് ആണെന്ന് പറയും, ജാസ്മിനും ജിൻഡോയും. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയും, വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ജിൻഡോ ആണ് നിൽക്കുന്നത്, സെക്കൻഡാണ് ജാസ്മിൻ നിൽക്കുന്നത്. ഞാൻ പറയും. ഇത് പറയാൻ ഞാൻ മടി കാണിക്കുന്നില്ലല്ലോ. ഉണ്ടോ?
നിങ്ങളിപ്പോൾ എൻ്റെ ജാസ്മിൻ്റെ VR അല്ലെങ്കിൽ എന്താണ് മെഴുകുന്നവനൊക്കെ ആയിട്ടല്ലേ കാണുന്നത്. അങ്ങനെ മെഴുകുന്നവരാണെങ്കിൽ ഞാൻ 24 മണിക്കൂറും ജാസ്മിന് കപ്പ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. പറയുന്നില്ലല്ലോ, കാര്യമായിട്ടല്ലേ പറയുന്നത്. ഇത്രയ്ക്കൊക്കെ പറയാനില്ലടാ, വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇപ്പം സിജോ പുറത്തതിൻ്റെ സായിയുടെ തലയിൽ വെച്ച് കെട്ടുന്നുണ്ട് ഓരോന്ന്. എന്തിനാണെന്ന് അറിയുന്നില്ല കേട്ടാ. സായി ചിലപ്പോൾ ഭയങ്കര ഗെയിമറോ അല്ലെങ്കിൽ ഒന്നും ആയിരിക്കില്ല, അത്യാവശ്യം നെഗറ്റീവൊക്കെ പുള്ളിക്ക് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പുകളൊക്കെ ഓക്കെ, അതൊക്കെ പുള്ളിനെ വിമർശിക്കാം, അതിലൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ സിജോ പുറത്തായത്, സിജോൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്, സിജോ കാരണം, സായി കാരണം സിജോ പുറത്തായി എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. സിജോൻ എവിടെ പാളിയത്, സിജോൻ്റെ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ വെറുതെ സായി കാരണം സിജോ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കോംബോ ആണ് അവരെ നെഗറ്റീവ് ആക്കിയത്. നന്ദൂട്ടി, സായി, ആ ഒരു കോംബോയിലേക്ക് ആരും പിടിച്ച് പെടുത്തുന്നതല്ലല്ലോ. നമുക്ക് പെടാതിരിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് തീരുമാനം എടുക്കാം, ഈ കോംബോയിൽ വേണ്ട, ശരിയാവൂല, ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അവനവനും കളിക്കാൻ പോയതല്ലേ, അതിൻ്റെ അകത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്കെതിരെ കളിക്കാം, ആ കോംബോനെതിരെ കളിക്കാം. അത് നിൽക്കാണ്ട് അതിൻ്റെ അകത്ത് കംഫർട്ടബിൾ ആയി പോയത് കൊണ്ട്, ആ കോംബോ നെഗറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ സിജോ പുറത്തായി. പക്ഷെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ മടിയില്ല. സിജോ അങ്ങ് പുറത്തായപ്പോഴേക്കും സായി കാരണം പുറത്തായി എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് ബെയിം അയാളുടെ തലയ്ക്ക് വെച്ചിട്ട് സെൻറ്റിമെൻ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ, അത് ശരിയല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ കാര്യമല്ലേ. നിങ്ങളിങ്ങനെ ബ്ലൈൻഡ് മണ്ടയും കൊണ്ട് കേൾക്കാതെ കുറച്ചുകൂടി വികസിച്ച് ചിന്തിക്കുകയും, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കൂ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം കേട്ടാൽ പോരാ. കേൾക്കേണ്ട എല്ലാ കാര്യങ്ങളും കേൾക്കണം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം, ചിന്തിക്കാൻ ശ്രമിക്കണം. എന്നാലേ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു പുരോഗമനം ഉണ്ടാവുള്ളൂ, ഒരു അപ്ഡേഷൻ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന രീതിയിൽ തന്നെ ഇരുന്ന് പഴച്ചു പോകും. തെറ്റുണ്ടാ?